അടുത്തിടെ സന്ദർശിച്ച തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കുതിരമാളിക എന്ന പുത്തൻ മാളിക 1840 മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. തിരുവിതാംകൂർ രാജകീയ പാരമ്പര്യത്തിന്റെ ശ്രദ്ധേയമായ പ്രതീകമാണ് ഈ കൊട്ടാരം. ഒരു നാലുകെട്ടിന്റെ ശൈലിയിൽ 2 നിലയിൽ തീർത്തതാണ് ഈ കൊട്ടാരം. ചരിഞ്ഞ മേൽക്കൂരയിൽ കൊത്തിയെടുത്ത 122 മരക്കുതിരകളുടെ പേരിലാണ് കുതിരമാളിക എന്നറിയപ്പെടുന്നത്. ഗ്രാനൈറ്റ് തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന തടി മേൽക്കൂരകൾ ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തം. പരമ്പരാഗത മിശ്രിതം കൊണ്ട് മിനുക്കിയ നിലം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷവും കണ്ണാടി പോലെ തിളങ്ങി നിൽക്കുന്നു. കൊട്ടാരത്തിന്റെ ഈ ഭാഗത്തിരുന്നാണ് മഹാരാജാവ് കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനും ഒരു പ്രത്യേക വാതിൽ വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാനും കഴിയുമായിരുന്നു. തടിയിൽ കൊത്തിയെടുത്ത താമരപ്പൂവും ചുറ്റും പ്രകൃതിദത്ത വർണ്ണങ്ങളാൽ അലങ്കൃതമായ മേൽക്കൂരയുമുള്ള വായനാമുറിയുടെയും ലൈബ്രറിയുടെയും കാഴ്ച മനോഹരമാണ്. ദന്തശില്പങ്ങൾ, വെങ്കലം, മാർബിൾ, കണ്ണാടി എന്നിവയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ, ഷാൻഡ്ലിയറുകൾ, നിലവിളക്കുകൾ, സംഗീതോപകരണങ്ങൾ, ബെൽജിയം കണ്ണാടികൾ, പെയിന്റിങ്ങുകൾ, തടിയിൽ തീർത്ത കഥകളി രൂപങ്ങൾ കൊട്ടാരം മ്യൂസിയത്തിലെ അമൂല്യ ശേഖരം. ആനക്കൊമ്പിൽ തീർത്ത ദന്തസിംഹാസനം, തൊട്ടിൽ, തിരുവിതാംകൂർ ശംഖ് ചിഹ്നമുള്ള സ്ഫടിക സിംഹാസനം എന്നിവ വിലമതിക്കാനാകാത്തത്. മുൻപ് പലതവണ ഞാനിവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണയാണ് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ സാധിച്ചത്. ഈ കൊട്ടാരം പണി പൂർത്തിയാകാൻ 4 വർഷം എടുത്തുവെങ്കിലും രാജാവ് മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 1 വർഷം മാത്രമേ ഇവിടെ താമസിച്ചിരുന്നുള്ളൂ. രാജാവിന്റെ നിര്യാണത്തെ തുടർന്ന് 1 നൂറ്റാണ്ടിലേറെ ഈ കെട്ടിടം അടഞ്ഞുകിടന്നിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുതിരമാളികയുടെ ഒരു ഭാഗം മാത്രമാണ് കൊട്ടാരം മ്യൂസിയം ആക്കിയിട്ടുള്ളത്. 80 മുറികളിൽ ഏകദേശം 20 മുറികൾ മാത്രമാണ് സന്ദർശകർക്കായി തുറന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗവും കൂടി നന്നായി സംരക്ഷിച്ചാൽ ചരിത്രത്തിനും ടൂറിസത്തിനും ഇതൊരു നിധിയായിരിക്കും. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ മ്യൂസിയം സന്ദർശിക്കാവുന്നതാണ്. 70 രൂപയാണ് സന്ദർശന ഫീസ്.